എൻ്റെ ജ്യേഷ്ഠൻ രാഹുൽ. മാനന്തവാടിയിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്: ഒരു സഹോദരിയായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ ജനിച്ച ദിവസം മുതൽ അറിയാവുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിനു നേരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം എന്തെല്ലാമല്ലയോ അതെല്ലാമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. രാഹുൽ എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായതും വേദന നിറഞ്ഞതുമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൈപിടിച്ച് കൂടെ നടന്ന സഹോദരൻ. ഞങ്ങൾ ഒട്ടേറെ ദുരന്തങ്ങളും വേദനകളും ഒരുമിച്ചു കടന്നു വന്നവരാണ്. രാഹുലിന് 14ഉം എനിക്ക് 12ഉം വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള അഗാധമായ സ്നേഹമാണ് ആ വേദനകൾ മറികടക്കാൻ സഹായിച്ചത്. 7 വർഷത്തിനു ശേഷം രാഹുലിന് 21 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഞാനും രാഹുലും തകർന്നുപോയി. എല്ലാ തരത്തിലും തകർന്ന അവസ്ഥയിലും ഹൃദയത്തിൽ അല്പം പോലും ദേഷ്യമോ വിദ്വേഷമോ ഇല്ല എന്ന് രാഹുൽ എന്നോട് പറഞ്ഞു. അച്ഛന് പൂർത്തിയാക്കാൻ കഴിയാത്ത സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. UK കാംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കി. കുറച്ചു വർഷങ്ങൾ അവിടെ ജോലി ചെയ്തു. അതിനുശേഷമാണ് 2004 ഇന്ത്യയിൽ വന്ന് അമേഠിയിൽ മത്സരിച്ചത്. എൻ്റെ സഹോദരൻ സമത്വത്തിലും തുല്യതയിലും അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അസമത്വമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും മിണ്ടാതിരിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ കഴിയില്ല. അതുകൊണ്ട് പാർട്ടിക്കകത്ത് ജനാധിപത്യം കൊണ്ടുവരികയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. അമേഠിയിൽ ഞാനും സഹോദരനും ഒരിക്കൽ 100 വനിതകൾ അടങ്ങുന്ന ഒരു സ്വയം സഹായ സംഘം രൂപീകരിച്ചു. ഇതിൻ്റെ വിജയത്തെ തുടർന്ന് 500 വനിതകളിലേക്കും പിന്നീട് 1000 വനിതകളിലേക്കും വളർന്നു. സഹോദരിമാരെ സഹായിക്കാനാണ് ഇത് തുടങ്ങിയത്. ഉത്തരേന്ത്യയിൽ ഇന്ന് ദശലക്ഷക്കണക്കിന് സ്ത്രീകളെ സഹായിക്കുന്ന സംഘമാണിത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ സംഘത്തിലെ സ്ത്രീകളെ കോൺഗ്രസ് ആശയധാര പ്രചരിപ്പിക്കാൻ വിളിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല പ്രിയങ്ക, അവരിൽ നമ്മുടെ ചിന്താധാര അടിച്ചേൽപ്പിക്കാനല്ല നമ്മൾ സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങിയത്. അവർക്ക് സ്വന്തം അഭിപ്രായമുണ്ടാകണം എന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. എല്ലാ ദിവസവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നയാളാണ് രാഹുൽ. വിദ്യാഭ്യാസ യോഗ്യതകളെ ചോദ്യം ചെയ്തു, ധൈര്യത്തെ ചോദ്യം ചെയ്തു, അമ്മയെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തി. രക്തസാക്ഷിയായ അച്ഛനെ കള്ളൻ എന്ന് വിളിക്കുന്നു. അധിക്ഷേപങ്ങൾ കേട്ടിട്ടും പതറാതെ കുലുങ്ങാതെ മനസ്സിടറാതെ മറുഭാഗത്തേക്ക് നടന്നു ചെന്ന് തന്നെ അധിക്ഷേപിച്ചവരെ ആലിംഗനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. വേദങ്ങളും ഖുറാനും ബൈബിളും അടക്കമുള്ള മതപുസ്തകങ്ങൾ ആഴത്തിൽ വായിക്കുന്നയാളാണ്. ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ രക്ഷാധാരികൾ എന്നവകാശപ്പെടുന്നവർക്ക് ഹിന്ദുമതത്തെക്കുറിച്ച് എൻ്റെ സഹോദരൻ്റെ അറിവിൻ്റെ പാതി പോലും ഉണ്ടായിരിക്കില്ല. രാഹുലിനെ കുറിച്ച് ലോകമറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. വിമാനം പറത്താനുള്ള ലൈസൻസ് ഉണ്ട്. 700 മീറ്റർ താഴേക്ക് ഡൈവ് ചെയ്യാൻ സാധിക്കും. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുള്ള, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ജീവിതമറിയാൻ ലോകം ചുറ്റുന്ന സഞ്ചാരി. കഴിഞ്ഞ തവണ അദ്ദേഹം കർണാടകയിൽ പ്രചാരണത്തിന് പോയപ്പോൾ വിമാനം നിയന്ത്രണം വിട്ടു. ഇതറിഞ്ഞ നിമിഷം ഞാൻ രാഹുലിനെ വിളിച്ചു. പക്ഷേ കിട്ടിയില്ല. രാഹുലിൻ്റെ സെക്രട്ടറിയെ വിളിച്ചു. ഞങ്ങളെല്ലാം പരിഭ്രാന്തരായിരുന്നു. എന്നാൽ രാഹുൽ അക്ഷോഭനായി കോക്പിറ്റിലേക്ക് ചെന്ന് പൈലറ്റുമാർക്കൊപ്പം നിന്ന് അവർക്ക് ധൈര്യം പകർന്നു എന്ന് സെക്രട്ടറി പറഞ്ഞു. നീതിയാണ് അദ്ദേഹത്തിന് വലുത്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം മാത്രമേ രാഹുൽ പറയൂ. വിഭാഗീയതയുടെ അന്തരീക്ഷത്തിൽ രാജ്യത്തെ ഒന്നായി കാണാൻ കഴിയുന്ന രാഹുലിനെ പോലൊരു മനുഷ്യൻ്റെ ജീവിതമാണ് സന്ദേശം. രാഹുലിൻ്റെ കൈകളിൽ ഞാൻ അന്നും ഇന്നും എന്നും സുരക്ഷിതയാണ്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങളും ആ കൈകളിൽ സുരക്ഷിതമായിരിക്കും എന്ന് ഉറപ്പാണ്. നിങ്ങൾ എൻ്റെ സഹോദരനിൽ വിശ്വസിക്കൂ. അദ്ദേഹം നിങ്ങളോട് ആത്മാർത്ഥതയുള്ളവനാണ്.